കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് ഒരു റിപ്പോർട്ടായിട്ട് വന്നു, ഒരു സ്കാൻ റിപ്പോർട്ടായിട്ട് വന്നു. അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു USG റിപ്പോർട്ട് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് കൊണ്ട് അവർ വന്നു. അതേപോലെ അവർക്ക് കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കൊണ്ട് അവർ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പേഷ്യൻറ്റിനോട് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഹാര രീതികൾ, എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതാണ് കൂടുതൽ പ്രശ്നം എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോറും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ടാണ് കഴിക്കുന്നത്, ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതിലൊരു കാര്യം സ്ട്രൈക്ക് ആയത് എന്താണെന്ന് വെച്ചാൽ അവർ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് എന്നുള്ള കാര്യം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഫ്രൂട്ട്സ് കഴിക്കുന്നത്, അതും പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കാൻ നേരത്തൊക്കെ കഴിക്കുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കൊഴുപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണല്ലോ കേൾക്കുന്നത്, ഫ്രൂട്ട്സിൽ നല്ല ഫൈബർ കണ്ടൻറ്റും നമുക്ക് പച്ചക്കറി പോലെ തന്നെ നല്ലതാണെന്നാണല്ലോ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% ആൾക്കാർക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 1 മേ ബി ഉണ്ടാവാം, ഗ്രേഡ് 2 അതേപോലെ ഗ്രേഡുകൾ പ്രോഗ്രസ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള ഫാറ്റി ലിവറുകളും ഉണ്ട്. ഇതിൽ നമുക്കൊരു 1, 2 മാക്സിമം 3 വരേക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിറോസിസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ലിവറിൻ്റെ കോശങ്ങൾ മുഴുവനായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ലിവറിനെ ചുറ്റിയിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ലക്ഷണങ്ങൾ അധികം കാണിക്കാത്തൊരു പ്രശ്നമാണ്. പക്ഷേ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കരളുള്ളത് നമ്മുടെ വയറിൻ്റെ മുകളിൽ വലത്തെ സൈഡിലാണ്. അപ്പോൾ ആ ഭാഗത്തൊരു ഭാരം പോലെ അനുഭവപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട്, എന്തെങ്കിലും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ലിവറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഇനി രണ്ടാമത് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണം, തളർച്ച, എന്ത് ചെയ്താലും ഒരു വയ്യാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി മൂന്നാമത് പറയുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ബ്ലോട്ടിങ് പോലെ എന്ന് വെച്ചാൽ വയറ് വീർത്ത് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഗ്രേഡിൽ തന്നെ ഒന്നും ഈ ലക്ഷണങ്ങൾ കാണിച്ചോളണം എന്നില്ല, ഇത് കൂടുതൽ പ്രോഗ്രസ് ആകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക. ഇനി ലിവറിൻ്റെ പ്രശ്നം കൊണ്ട് വേറെ ഉണ്ടാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷനാണ്, കറുപ്പ് നിറം വരിക എന്നുള്ളത്. അത് പ്രധാനമായിട്ടും ഈ നെറ്റിയുടെ 2 സൈഡിലും അതേപോലെ തന്നെ കഴുത്തിലൊക്കെ ആയിട്ടാണ് കാണാറുള്ളത്. ഈ കറുപ്പ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അതും വേറെ പല അസുഖങ്ങളായിട്ട് അസോസിയേറ്റഡ് ആണ്, എങ്കിലും ഒരു ലക്ഷണമാണ്. ഇതുള്ളവർ ശ്രദ്ധിക്കണം എന്നാണ്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. SCOT, SGPT പോലുള്ള ലിവർ എൻസൈംസിൻ്റെ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ എടുക്കാതെ തന്നെ ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ലിവറിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, ലിവർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്നാണ് പറയുക. ഈ ലിവറാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിസിറ്റീനെയും എല്ലാ വേണ്ടാത്ത കാര്യങ്ങളെയും ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ലിവറിന് മെയിനായിട്ടും പ്രശ്നം എന്ന് പറയുന്നത് മദ്യപാനം തന്നെയാണ്. മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ഉണ്ടാക്കുക. അത് കുറച്ചും കൂടെ വേഗത്തിലുള്ള ആക്ഷൻസ് ആണ് ഉണ്ടാക്കുക, കൂടുതൽ പെട്ടെന്ന് ലിവറിൻ്റെ കോശങ്ങൾ നശിക്കാനാണ് കാരണമാവുക. ഇനി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്, അതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണക്രമം, ജീവിത രീതി കൊണ്ടൊക്കെ വരുന്ന ഫാറ്റി ലിവർ. ഇനി മദ്യപാനത്തിനേക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ എഫക്റ്റ് ആവുന്നത് ഈ പ്രശ്നങ്ങളാണ്. ഈ ഭക്ഷണക്രമങ്ങളും ജീവിത രീതികളും തന്നെയാണ് ഫാറ്റി ലിവറിന് ഇപ്പോൾ കാരണം. എന്ന് വെച്ചാൽ മദ്യപാനം ഇല്ലാത്ത ആൾക്കാരിലും ലിവറിൻ്റെ പ്രശ്നങ്ങൾ കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള പല പല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ നമ്മൾ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്.
ഇനി ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാരണം ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് ഗ്ലൂക്കോസ് ആണ് ഉണ്ടാകുന്നത്. ഗ്ലൂക്കോസ് നമുക്ക് ശരീരത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കാതെ കിടക്കുന്നത് കൊഴുപ്പായിട്ട് മാറാനും അത് ഫാറ്റ് ഡെപ്പോസിഷൻ ലിവറിൻ്റെ മുകളിലാണെങ്കിൽ ഫാറ്റി ലിവറായിട്ട് മാറാനും ഒരു കാരണമാവും. ഇനി രണ്ടാമത്തത് നമ്മൾ സാച്ചുറേറ്റഡ് ഫുഡ്സ് കഴിക്കുന്നത്, അതേപോലെ ട്രാൻസ് ഫാറ്റ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വറുത്തതും പൊരിച്ചതും, ഇനി വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഈ കടകളിലൊക്കെ എന്ന് പറയുമ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹെൽത്ത് റിസ്ക് ഏറ്റവും കൂടുതലാണ്. അതേപോലെ തന്നെ മൈദ ഐറ്റംസ്, വെളുത്ത നിറമുള്ള ഫുഡുകൾ, അരി ആയിക്കോട്ടെ അല്ലെങ്കിൽ പഞ്ചസാര ആയിക്കോട്ടെ, വൈറ്റ് ഷുഗറിനാണ് കൂടുതൽ എഫക്റ്റ് ഉള്ളത്. അതേപോലെ ഇപ്പോൾ ശർക്കര ആണെങ്കിലും ബാക്കി മധുരമുള്ള എന്ത് പദാർത്ഥങ്ങളാണെന്നുണ്ടെങ്കിലും ഗ്ലൂക്കോസ് കൊഴുപ്പാവാനൊക്കെ കാരണമാവുന്നുണ്ട്. അടുത്തത് നമ്മുടെ തെറ്റായിട്ടുള്ള വ്യായാമ രീതികൾ, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാത്ത അവസ്ഥ, നമ്മുടെ കൊഴുപ്പുകളൊന്നും ഉപയോഗിക്കാതെ അടിഞ്ഞുകൂടേണ്ട ഒരവസ്ഥ. കാരണം എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫാറ്റ് ആയാലും ഗ്ലൂക്കോസ് ആയാലും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെപ്പോസിഷൻ ആയിട്ട് പല ഇപ്പോൾ കുടവയറുണ്ടാവാം, അതേപോലെ ഈ ഫാറ്റി ലിവർ ഉണ്ടാവും. ഇപ്പോൾ ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഫാറ്റി ലിവർ വരാനുള്ള ഒരു സാധ്യത, അത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ വരാം, കാരണം അവിടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാത്ത പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്കും ഷുഗറിനുള്ള സാധ്യത ഉണ്ട്. രണ്ടും കണക്റ്റഡ് ആയി, രണ്ടിനും ഒരേ മെക്കാനിസമാണ് വരുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ മധുരം അധികം കഴിക്കരുതെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി പഴങ്ങൾ കഴിച്ചാൽ എന്താണ് പ്രശ്നം? പഴങ്ങൾ ശരിക്കും നല്ലതല്ലേ? എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാക്കുന്നു എന്ന് പറയുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഞാനിപ്പോൾ ഓൾറെഡി സൂചിപ്പിച്ച പോലെ പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് ഫ്രക്ടോസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിയും, കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോമായിട്ടുള്ള ഗ്ലൂക്കോസ് ആണ് നമുക്ക് കിട്ടുന്നത്. പഴങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഗ്ലൂക്കോസിൻ്റെ വേറൊരു ഫോമായിട്ടുള്ള ഫ്രക്ടോസ് ആണ്. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ, എന്ന് വെച്ചാൽ തലച്ചോറിനും ബാക്കി ഭാഗങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഫ്രക്ടോസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നേരെ ചെല്ലുന്നത് കരളിലേക്കാണ്. എന്ന് വെച്ചാൽ കരളിൽ വെച്ചിട്ടാണ് അതിൻ്റെ ആക്ടിവിറ്റി, സംസ്കരണമൊക്കെ നടക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ കൂടുതൽ ഫ്രക്ടോസ് കരളിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രക്ടോസ് മതിയായ രീതിയിൽ ഉപയോഗിക്കാതെ അത് കൊഴുപ്പായിട്ട് അവിടെ തന്നെ അടിഞ്ഞുകൂടും. ഈ ലിവറിനെ ചുറ്റി തന്നെ അടിഞ്ഞുകൂടും. അതാണ് ഫാറ്റി ലിവറായിട്ട് മാറുന്നത്. ഇനി ഇതിൻ്റെ മെക്കാനിസം നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ കൂടുതൽ പഴങ്ങൾ കഴിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ മധുരമുള്ള എന്തെങ്കിലും സാധനം കഴിക്കുന്നു വിചാരിക്കാം. ഓക്കെ, ഫ്രക്ടോസ് ഈ കരളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും ഉപയോഗിക്കണം. പക്ഷേ ഉപയോഗിക്കാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കൊഴുപ്പായി. ഇനി എന്ത് കൊഴുപ്പായിട്ടാണ് മാറുന്നത്? ഇത് ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് പിന്നെ ഇത് കൺവേർട്ട് ആവുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ട്രൈഗ്ലിസറൈഡുകളാണെങ്കിൽ രക്തത്തിലേക്ക് കലരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കും. അതല്ലാതെ ബാക്കി കിടക്കുന്ന കൊഴുപ്പുകൾ മുഴുവനും ഈ ഫാറ്റിനെ ചുറ്റി തന്നെ, അല്ലെങ്കിൽ ഈ ലിവറിനെ ചുറ്റി തന്നെ, ഈ ലിവറിൻ്റെ കോശങ്ങളെ ചുറ്റി തന്നെ ഒരു ലെയറായിട്ട് കാലക്രമേണ ഫോം ചെയ്യാൻ തുടങ്ങും. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അത് ഒരു ഫാറ്റി ലിവർ പോലത്തെ പ്രശ്നമായിട്ട് മാറുന്നത്. ഇനി ഏതൊക്കെ പഴങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം, ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മധുരമുള്ള പഴങ്ങളാണ്. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാമ്പഴം, ചക്കപ്പഴം, ഇത് രണ്ടും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാലോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഴങ്ങളാണ്. ഇതിൽ കൂടുതലായിട്ടും ഒരു 25-30 ഗ്രാമോളം ഫ്രക്ടോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇടത്തരം മാമ്പഴം കഴിച്ചാൽ തന്നെ അത്രയും അളവിൽ ഫ്രക്ടോസ് ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. പക്ഷെ മാമ്പഴത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാമ്പഴത്തിൽ നാരുകൾ കൂടുതലുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ഇത് അങ്ങോട്ട് കൊഴുപ്പായിട്ട് അല്ലെങ്കിൽ അടിയാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ടായിട്ട് തന്നെ ആ മാമ്പഴമായിട്ട് തന്നെ കഴിച്ചാൽ കുഴപ്പമില്ല. നമ്മളത് അടിച്ച് കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഈ ജ്യൂസായിട്ട് കഴിക്കുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏത് പഴമായാലും അതേപോലെ തന്നെയാണ്. ഇനി അടുത്ത വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ചെറിയ ഫ്രൂട്ട് അല്ലേ, ഇത് കഴിച്ചാൽ എത്ര പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ മുന്തിരിയിലും ഇതേപോലെ ഗ്ലൂക്കോസ് കണ്ടന്റ് ആയിക്കോട്ടെ ഫ്രക്ടോസ് കണ്ടന്റ് ആയിക്കോട്ടെ കൂടുതലായിട്ടാണുള്ളത്. അതിപ്പോൾ ഒരു കപ്പ് മുന്തിരി കഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 23 ഗ്രാമൊക്കെ ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ളിലേക്ക് ചെല്ലും എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ സപ്പോട്ട ഒരു ഒഴിവാക്കേണ്ട പഴം, അല്ലെങ്കിൽ
കുറവായിട്ട് കഴിക്കേണ്ട ഒരു പഴമാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഏത്തപ്പഴം. ഏത്തപ്പഴത്തിലും ഇതേപോലെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിലും അതിലും ഇതേപോലെ ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലായിരിക്കും. ഇനി നോക്കുകയാണെങ്കിൽ കൈതച്ചക്കയിലും അതേപോലെ തന്നെ ഒക്കെ നല്ല പഴുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. പപ്പായ അതേപോലെ തന്നെയാണ്. നല്ല പഴുത്ത പപ്പായ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ ഫ്രക്ടോസ് കണ്ടന്റ് ഒക്കെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഉണക്കിയിട്ടുള്ള പഴങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഈന്തപ്പഴം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തിപ്പഴം ആയിക്കോട്ടെ, നമ്മൾ ഉണക്കുക എന്ന് പറയുമ്പോൾ അതിൽ മുഴുവനുള്ള ജലാംശം എന്താണോ, അതിൽ വാട്ടർ കണ്ടന്റ് മുഴുവനായിട്ടും ഡ്രൈ ആയിട്ട് പോവുകയാണല്ലോ. ആ സമയത്ത് അതിൽ ഓൾറെഡി ഉള്ള പഞ്ചസാരേൻ്റെ അളവ് കുറച്ചും കൂടെ കുറച്ചും കൂടെ സാന്ദ്രത കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ പഴങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന, അല്ലെങ്കിൽ ഈ അത്തിപ്പഴം ഇതൊക്കെ വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രിയൊക്കെ കഴിക്കുമ്പോൾ ഈ ഫ്രക്ടോസ് കണ്ടന്റ് നേരെ ലിവറിലേക്ക് ചെല്ലുകയാണ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇനി ആപ്പിളൊക്കെ നമ്മൾ കഴിക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആപ്പിളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിളിൽ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഫ്രക്ടോസ് കണ്ടന്റ് ആണുള്ളത്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് പ്രമേഹമുള്ളവർക്ക് തൊലിയോടെ ആപ്പിൾ കഴിക്കുന്നത് ഫൈബർ കണ്ടന്റ് കിട്ടുന്നതാണെന്ന് നമ്മൾ പറയാറുണ്ട്. കമ്പാരിറ്റീവ്ലി ഫ്രക്ടോസ് ആണ് അതിൽ കൂടുതലായിട്ടുള്ളത്. ഇനി കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറി ഐറ്റംസ് ആയിട്ടുള്ള സ്ട്രോബെറി, മൾബെറി, റാസ്ബെറി അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കമ്പാരിറ്റീവ്ലി ഫ്രക്ടോസ് കണ്ടന്റ് കുറവാണ്. ഇനി നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നാരങ്ങ, ഓറഞ്ച്, പിന്നെ നെല്ലിക്കൊക്കെ അതിലൊക്കെ കൂടുതലും ഫൈബറും വൈറ്റമിൻ സി ഒക്കെ ആണ് ഉള്ളത്. അപ്പോൾ അത് ഈ ഫ്രക്ടോസ് കണ്ടന്റ് അധികം ഇല്ലാത്ത ഒരു 2 ഗ്രാം 4 ഗ്രാം ഒക്കെ ഉള്ള തരത്തിലുള്ള പഴങ്ങളാണ്. അങ്ങനത്തെ പഴങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കഴിക്കാം. ഇനി കിവി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. അതിലും ഇതേപോലെ തന്നെയാണ്. അതിലും ഈ വിറ്റമിൻ സി ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ പേരയ്ക്ക, അവകാഡോ ആ പഴങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ പഴങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ജ്യൂസായിട്ട് കഴിക്കരുത്. കാരണം നമ്മൾ ജ്യൂസ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ, പഞ്ചസാരയുടെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ ഈ വെറും വയറ്റിലാകുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ്, അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല ഈ സമയങ്ങളിൽ, അങ്ങനെയുള്ള സമയത്ത് പഴങ്ങൾ കഴിക്കാതിരിക്കുക. ഒരാൾക്ക് ഒരു 100 മുതൽ 150 ഗ്രാം വരെ ഒരു ദിവസത്തേക്ക് പഴങ്ങൾ കഴിക്കാം. അത് പ്രശ്നമില്ല. അതേപോലെ ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുന്നതും ഒഴിവാക്കുക. ഫ്രൂട്ട് ജ്യൂസിൽ ഇതേപോലെ കൃത്രിമമായിട്ടുള്ള മധുരങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അളവിലുള്ള മധുരം, ഒരു 6 സ്പൂൺ 7 സ്പൂണൊക്കെ മധുരം അതിൽ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. അപ്പം അത്തരം ഫ്രൂട്ട് ജ്യൂസുകളൊന്നും കുടിക്കാതിരിക്കുക. പിന്നെ ഈ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഗ്രേഡ് 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മളുടെ ജീവിത രീതിയും ഭക്ഷണശൈലിയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ. കാരണം ലിവർ എന്ന് പറയുന്നത് ഒരു റീജനറേഷൻ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്, അല്ലെങ്കിൽ ഒരു അവയവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിവറിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാണ് വെക്കുന്നത്. അതിനുശേഷം വീണ്ടും കോശങ്ങൾ അതിൽ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സിബിൾ ആക്കാനുള്ള കാര്യങ്ങൾ പോസിബിൾ ആണ്. കൂടുതൽ ഗ്രേഡിലേക്ക്, അല്ലെങ്കിൽ ഇത് സിറോസിസ് പോലെ മുഴുവനായിട്ടും ലിവർ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് പോകും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഫാറ്റി ലിവറിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളത് റിവേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിലും ജീവിതത്തിലും ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.